വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങളെല്ലാം പച്ച അടയാളം കുത്തിയാണ് വിൽക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ചുവന്ന അടയാളത്തിലും. പാലിൽ പച്ചയാണ് കുത്താറുള്ളത്. അമേരിക്കയിലെ പാലിൽ എങ്ങനെ പച്ച കുത്തി വിൽക്കുമെന്നാണ് ഇന്ത്യ ചോദിക്കുന്നത്. ഇന്ത്യൻ പാലിൽ പച്ചയാണെങ്കിൽ അമേരിക്കയുടെ പാലിലും പച്ച തന്നെ കുത്തേണ്ടേ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയുടെ നോൺ വെജ് പാൽ വന്നാൽ ഇന്ത്യയിൽ സാംസ്കാരികമായി വലിയ പ്രശ്നമുണ്ടാകുമെന്നാണ് വാദം. പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ മുക്കിയ ബുള്ളറ്റുകളാണ് ബ്രിട്ടീഷുകാർ നൽകിയതെന്ന് ആരോപിച്ചാണ് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. പശുവിന്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും നിഷിദ്ധമായിരുന്നു. വർഗീയമായി നാട് വിഭജിക്കപ്പെട്ടത് ഇങ്ങനെ മൃഗക്കൊഴുപ്പിലാണ്. ഇനി വേറൊരു ചോദ്യം, അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ സംഘത്തിന് മുന്നിൽ ഉണ്ടാകേണ്ട വിഷയം എന്താണ്? അത് ഇവിടുത്തെ കർഷകർക്ക് ദോഷകരമാണോ എന്നത് മാത്രമാകണം. അമേരിക്കയുടെ പാൽ കുത്തി ഒഴുകിയാൽ നമ്മുടെ ക്ഷീര കർഷകർ എന്തു ചെയ്യുമെന്ന പരമമായ ചോദ്യമാണ് ശരിക്കും ഉയരേണ്ടത്. അതിനു പകരം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പശുവിന് നൽകുന്ന തീറ്റ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ എന്ന വിഷയം മാത്രമാണ്. വ്യാപാര കരാർ അനിവാര്യമാണെന്നും അമേരിക്കയുടെ പാലും പാലുൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണി കീഴടക്കാൻ പോവുകയാണ് എന്നുമുള്ളതുമാണ് പച്ചപ്പരമാർത്ഥം. അതിനുള്ള ഒരു മറ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ നോൺ വെജിറ്റേറിയൻ പശു വിവാദം.